എല്ലാവർക്കും വന്ദനം. നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം ഓരോ ദിവസവും ഓരോ വാക്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. കർത്താവിൽ നിന്ന് പ്രാപിച്ച പൗലോസിൻ്റെ ലേഖനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് അതിന് വെറുതെ വായിച്ചു പോകാൻ കഴിയില്ല. ഓരോ വാക്യങ്ങൾക്കും ഓരോ വാക്കുകൾക്കും അർത്ഥമുണ്ട്, വിലയുണ്ട്, വെളിപ്പാടുകളുണ്ട്. അതുതന്നെ 1 കൊരിന്ത്യർ 11:23 ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, ആ ഒരു നിലവാരത്തിൽ നമ്മൾ ഈ ലേഖനത്തെ കാണണം. ഇത് വെറുതെ ചുമ്മാ ഇരുന്നപ്പോൾ എന്നാൽ പിന്നെ ഒരു ലേഖനം എഴുതിയേക്കാം എന്ന് വിചാരിച്ചെഴുതുന്നതല്ല. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടിൻ്റെ ആ നിറവിൽ നിലവാരത്തിലാണ് ഈ ലേഖനം എഴുതുന്നത്. നമ്മൾ ഇന്നലെ 5-6 വാക്യം വായിച്ചു. ഇന്നൊരു പ്രാവശ്യം കൂടി വായിച്ചിട്ട് 6-ാം വാക്യത്തിൽ നിൽക്കണം. അതെങ്ങനെയാണ്? ജഡ സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തണം. സകല ജാതികളും വിശ്വസിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കണം. ഈ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കൈപൊക്കാൻ ഒത്തിരി പേര് എല്ലായിടത്തും ഉണ്ട്. എന്നാൽ പിന്നത്തേതിൽ വിശ്വാസത്തിൽ തുടരുന്നവരുടെ എണ്ണം കുറവാണ്. ഒത്തിരി ക്രൂസൈഡുകളിൽ, ഒത്തിരി കൺവെൻഷനുകളിൽ, ഒത്തിരി ആത്മീക മീറ്റിങ്ങുകളിൽ കൈപൊക്കിയവരും മുന്നോട്ട് വന്നവരും പിന്നത്തേതിൽ അവർ വിശ്വാസത്തിൽ കാണാറില്ല. പിന്നെ ഒരു കൂട്ടായ്മയ്ക്ക് വിളിച്ചാലും വരാറില്ല. എന്നാൽ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ അങ്ങനെ അല്ലായിരുന്നു എന്നാണ് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കുന്നത്. എന്താണ്? അവർ വിശ്വാസത്തിന് വേണ്ടി മുന്നോട്ട് വന്നാൽ അവർ സ്നാനപ്പെട്ടിരിക്കും, അവർ അഭിഷേകം പ്രാപിച്ചിരിക്കും, അവർ ദൈവവേല ചെയ്തിരിക്കും, അവർ സഭയുടെ ഒരു ഭാഗമായിരിക്കും, അവർ കർത്താവിന് വേണ്ടി തീവ്രതയോടെ വിശ്വസ്തയോടെ അന്ത്യത്തോളം നിന്നിരിക്കും. വിശ്വാസത്തിന് അനുസരണം വരുത്തുക എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ ഒരു ചർച്ചിൻ്റെ പുറകിൽ പോയി സ്നാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് വിശ്വാസിയാണെന്ന് പറഞ്ഞ് ചർച്ചിൽ രജിസ്റ്ററിൽ പേര് എഴുതപ്പെട്ടു എന്നൊരൊറ്റ പേരുകൊണ്ട്, കാരണം കൊണ്ട് ഇനി പള്ളി കയറ്റത്തില്ല, പഴയ സമൂഹം അംഗീകരിക്കത്തില്ല, എന്നാൽ ഇവിടെ തന്നെ ഇരിക്കാം, അങ്ങനെ ഇരുന്നുകൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നും നമുക്കില്ല. വിശ്വാസത്തിലേക്ക് വരുന്നവർ അബ്രഹാമിനെ പോലെ മുന്നോട്ട് പോകണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യും. അബ്രഹാം പ്രവർത്തിയാലാണ് വിശ്വാസത്തെ തെളിയിച്ചത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ വിശ്വാസത്തിന് അനുസരണമുണ്ടാകും. ഞങ്ങൾ എവിടെ പോയി സുവിശേഷം പറഞ്ഞാലും ജനങ്ങൾ വെറുതെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുക മാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ അടുത്ത നിമിഷങ്ങൾ തുടങ്ങി അതിൻ്റെ പ്രവർത്തികൾ പ്രകടമാകും. പ്രിയമുള്ളവർ, ഇങ്ങനെ ഒരു സുവിശേഷീകരണം നമുക്ക് ആവശ്യമാണ്. വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ അടുത്ത ദിവസം അവരെ ചർച്ചിൽ കാണണം, അടുത്ത ദിവസം അവർ സ്നാനപ്പെടണം, താമസിയാതെ അവർ അഭിഷേകം പ്രാപിക്കണം, താമസിയാതെ അവർ കർത്താവിൻ്റെ വേല ചെയ്യണം. അതാണ് വിശ്വാസത്തിന് അനുസരണം വരുത്തുക. അതായത് പൗലോസ് അങ്ങനെയായിരുന്നു. കർത്താവിൻ്റെ ഒരു സന്ദർശനം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ തുടങ്ങി.
അതിനുശേഷം അടങ്ങിയിരിക്കാത്ത ഒരു പൗലോസിനെ നമുക്ക് കാണാം. അപ്പോൾ പൗലോസ് എങ്ങനെയാണോ വേഗത്തിൽ ആത്മാവിൽ വളർന്നത്, അതുപോലെ തന്നെയാണ് താൻ സുവിശേഷം അറിയിക്കുന്നവരിലും അത് വ്യാപരിച്ചത്. വിശ്വാസത്തിൽ വന്നിട്ട് ഒരു 10 വർഷമായി 20 വർഷമായി യാതൊരു ചലനവുമില്ലാതെ സഭയുടെ ഒരു മൂലയിൽ ഒതുങ്ങിപ്പോയ 10,000 നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ എല്ലാവരും ചാർജ് ആകട്ടെ. ഇന്ന് പകലിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ പോകുന്ന ചർച്ചിൽ ഏതെങ്കിലും ഒരു ബെഞ്ചിൽ, ഒരു കസേരയിൽ ഇരുന്ന് ഒരു പ്രയോജനവുമില്ലാതെ, ദൈവത്തിന് പ്രയോജനമില്ലാതെ, ദൈവത്തിന് ഫലം കായ്ക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ സഭയ്ക്ക് നിങ്ങളൊരു അസറ്റായിട്ട് മാറണം. സഭയ്ക്കൊരു തൂണായിട്ട് മാറണം. സഭയ്ക്കൊരു അനുഗ്രഹമായി മാറണം. ഞാൻ പ്രൈസ് ജനറേഷൻ ചർച്ചിലെ ഉള്ളവരുടെ മാത്രം കാര്യമല്ല, പ്രൈസ് ജനറേഷൻ ചർച്ചിലുള്ളവരെക്കാൾ വെളിയിലുള്ളവരാണ് ഈ ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒത്തിരി ദൈവവേലക്കാർ, അവരുടെ കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിന് അനുസരണം വരുത്തുന്ന ദൈവശക്തി അത് നമ്മിൽ നിന്ന് പുറത്തു വരണം. അത് പൗലോസിലുണ്ടായിരുന്നു. പൗലോസ് പറയുന്നു ഞങ്ങളെന്നാണ്. അതിനകത്ത് തിമോത്തിയോസ് ഉണ്ട്, ശീലാസ് ഉണ്ട്, വേണമെങ്കിൽ ബർന്നബാസിനെ കൂട്ടാം. ഒറ്റ വാക്കി പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലെ എല്ലാ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഈ നിലവാരത്തിലായിരുന്നു. അവരൊരു സ്ഥലത്ത് ചെന്നാൽ, അവരൊരു വാക്ക് പറഞ്ഞാൽ അവിടെ വെറുതെ വാഗൊണ്ടുള്ള ചലനം മാത്രമല്ല, എല്ലാ നിലയിലും ഒരു ചലനം അവിടെ സംഭവിക്കുമായിരുന്നു. അതിനുള്ള അഭിഷേകം, അതിനുള്ള കൃപ ഇവർ പ്രാപിച്ചിരുന്നു എന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഒന്നുകൂടി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അവിടെ വായിക്കുന്നു, ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത്, അതായത് പൗലോസ് പ്രസംഗിച്ചാൽ ഇരിക്കുന്നവരുടെ മേൽ വിശ്വാസം ഉണ്ടായി വരും. ലുദിയായി പോലെ ഹൃദയം തുറക്കും. അല്ലെങ്കിൽ 40 വർഷമായിട്ട് നടക്കാത്തവനെ പോലെ എഴുന്നേൽക്കാൻ ശ്രമിക്കും. ഒരു ചലനം അവരിലുണ്ടാകും. പൗലോസ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയും, അവരുടെ ശരീരം ചലിക്കും, അവർ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും, അവർ കൈകൾ ഉയർത്തും, ചാടി എഴുന്നേൽക്കാൻ ചിലർക്ക് തോന്നും. ഇതെല്ലാം അവരിൽ പ്രകടമാണ്. മാത്രമല്ല, അവരിൽ എന്ത് പ്രസംഗം കേട്ടുവോ ആ പ്രസംഗത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. ഈ നാളുകളിൽ പ്രസംഗം ഒത്തിരി കേട്ട് ചുമ്മാ പോകുന്ന ആൾക്കാരുണ്ട്. അക്ഷരം കൊല്ലുന്നു, ആത്മാവെ ജീവിപ്പിക്കൂ. അക്ഷരത്തിൻ്റെ പ്രസംഗങ്ങൾ കൊണ്ട് സമൂഹം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചലനങ്ങളില്ലാതെ പോകുന്നു. അതുകൊണ്ട് ഞാനൊക്കെ ഒത്തിരി ഭയപ്പെടുന്നു, കർത്താവേ, വെറും അക്ഷരമായി ഇത് മാറാതെ ഇതൊരാത്മാവിൻ്റെ ചലനമാകണം. പൗലൂസ് പറയുകയാണ്, സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപ, അപ്പോസ്തലത്വം, ഇത് രണ്ടും പ്രാപിച്ചതാണ്. പഠിച്ചതാണെങ്കിൽ അനുസരണം വരുത്താൻ കഴിയില്ല. പല ബുക്കുകൾ നോക്കി പഠിച്ച സന്ദേശമാണെങ്കിൽ, മറ്റുള്ളവരുടെ കോപ്പി അടിച്ചതാണെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ ഒന്നും ഉണ്ടാകത്തില്ല. എന്നാൽ പ്രാപിച്ചതാണെങ്കിൽ ജനങ്ങളിൽ അത്ഭുതകരമായ ചലനങ്ങളുണ്ടാകും. ഇന്ന് ഞാനിത് പറയുമ്പോൾ ചില വ്യക്തികളിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ കാണാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു. ഉദയംപേരൂരുള്ള പാസ്റ്റർ ദീപു, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്.
എറണാകുളത്തെ ഒരു വലിയ കാറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ സഭകൾക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിലൊക്കെ സഭകൾ സ്ഥാപിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം പറഞ്ഞു, ദൈവമില്ലാതെ അടിയും വഴക്കും പോലീസ് കേസായിട്ട് നടക്കുമ്പോൾ മുരുങ്ങൂര് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി അവിടെ പല പ്രസംഗവും കേട്ടു. 3 ദിവസം ഒന്നും സ്പർശിച്ചില്ല. എന്നാൽ 3-ാമത്തെ ദിവസം ഒരു സാക്ഷ്യം കേട്ടു. ആ സാക്ഷ്യം തന്നെ മാറ്റിമറിച്ചു, രൂപാന്തരപ്പെട്ടു. സാക്ഷ്യം. ചിലപ്പോൾ പ്രസംഗങ്ങളായിരിക്കും മാറ്റിമറിക്കുന്നത്, ചിലപ്പോൾ സാക്ഷ്യമായിരിക്കും. ഞാൻ എവിടെ പോയാലും സാക്ഷ്യം പറയും. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവിനും. എവിടെ പോയാലും നിങ്ങളിൽ വന്ന രൂപാന്തരം പറയണം. അപ്പോൾ പാസ്റ്റർ ദീപു മുരുകൂര് ധ്യാന കേന്ദ്രത്തിൽ കേട്ടത്, ഒരു കഴിവില്ലാത്തവനെയും ഒരു വിവരമില്ലാത്തവനെയും ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവനെയും കർത്താവ് തിരഞ്ഞെടുക്കും. അതിന് മുരുങ്ങൂര് ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ ഉപയോഗിച്ച വാക്ക്, അവർ സാമാന്യരും പഠിപ്പില്ലാത്തവരും, ആ വാക്കുകളാണ്. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയൊക്കെ ധൈര്യം സാമാന്യരാണെന്നും പഠിപ്പില്ലാത്തവരാണെന്നും അവരെ അസാധാരണമായിട്ട് ഉപയോഗിച്ചത്. നമ്മുടെ സമൂഹത്തിലുള്ള അച്ഛന്മാരൊക്കെ ഒത്തിരി നല്ല ദൈവകൃപയുള്ളവരുണ്ട്. മുരുങ്ങൂര് മുഖാന്തരം ആ ധ്യാനകേന്ദ്രം, പോട്ട ധ്യാനകേന്ദ്രം മുഖാന്തരം എത്ര ആയിരങ്ങൾ യേശുവിലേക്ക് തിരിഞ്ഞു. അവർക്ക് അടുത്ത ചുവടുകൾ വെക്കാൻ കഴിഞ്ഞില്ല. അത് പെന്തക്കോസ്ത് സമൂഹം അങ്ങനെയുള്ളവരെ അടുത്ത ചുവടുകളിലേക്ക് നയിച്ചു. എന്നാൽ അതുകൊണ്ട് തീർന്നില്ല. വിശ്വാസത്തിന് അനുസരണം വരുത്തുക എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും ചർച്ച് മെമ്പർ ആകുന്നതുമല്ല, അവരെ ഒരു അപ്പോസ്തോലിക ലെവലിലേക്ക് കൊണ്ടുവരണം. ഒരു വ്യക്തിക്ക് എന്തെല്ലാം നിലവാരത്തിലെത്താമോ അത്രയും നിലവാരത്തിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്നതാണ് കൃപയും അപ്പോസ്തലത്വവും. പൗലോസ് പറയുന്നത് ഞങ്ങളത് പ്രാപിച്ചതാണ്. അപ്പോൾ അപ്പോസ്തലത്വം പഠിക്കുന്നതല്ല, കൃപ പഠനത്തിൽ നിന്ന് കിട്ടുന്നതല്ല, പ്രാപിക്കുന്ന. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ബൈബിൾ പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ വായിക്കണം. ബ്ലെസ്സിങ് ടുഡേ എന്ന ആ വലിയ മൂവ്മെൻറ്റിലെ ബ്രദർ ഡാമിയൻ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ജോസഫിൻ്റെ ചരിത്രം എനിക്ക് ഉറക്കെ കരയാതെ വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണ് നനഞ്ഞല്ല, കരഞ്ഞല്ല, ഉറക്കെ നിലവിളിക്കാതെ. അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഭാഗങ്ങൾ ബൈബിളിലുണ്ട്. അത് വായിക്കുമ്പോൾ ഉറക്കെ കരയണം, ഉറക്കെ ചിരിക്കേണ്ടടുത്ത് ഉറക്കെ ചിരിക്കണം, പ്രതികരിക്കണം നമ്മൾ ബൈബിളിനോട്. നമ്മൾ ആ സമയത്തെല്ലാം പ്രാപിക്കുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാപിക്കുകയാണ്. മറ്റുള്ള ദൈവദാസന്മാർ കൈവെക്കുമ്പോൾ നമ്മൾ പ്രാപിക്കുകയാണ്. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നമ്മൾ പ്രാപിക്കുകയാണ്. ജീസസ് അവരുടെ കേൾക്കുമ്പോൾ നമ്മൾ പ്രാപിക്കുകയാണ്. പ്രാപിക്കാനുള്ള പ്രസംഗങ്ങൾ, ദൂതുകൾ കേൾക്കുക. വെറുതെ വിമർശനങ്ങൾ കേട്ട് അത് തന്നെ ഫോർവേഡ് ചെയ്ത് ഏറ്റവും ഒടുവിൽ ദൈവരാജ്യത്തിലെ ജഡീകന്മാരായി, ദൈവസഭയ്ക്ക് ദ്രോഹമായി, നമ്മൾ അനങ്ങപ്പാറകളായി, വിമർശനാത്മാവുള്ളവരായി മാറാനിടയുണ്ട്. വിമർശിക്കുന്നവരുടേത് കേൾക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്താൽ നമ്മൾ ഭാവിയിൽ വിമർശിക്കുന്നവരാകും. എന്നാൽ ആരെയും വിമർശിക്കാത്ത, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നവരെ ഫോളോ ചെയ്താൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ബർന്നബാസ് പോലെ പ്രബോധന പുത്രന്മാരാണ്. പ്രാപിച്ചത് കൈമാറുക, വിശ്വാസത്തിന് അനുസരണം വരുത്തുക, മറ്റുള്ളവരെ ചലിപ്പിക്കുക എന്നർത്ഥം. അവരെ വിശ്വാസത്തിലോട്ട് കുലുക്കുക, ഞെരുക്കത്തിലിരിക്കുന്നവരെ സമൃദ്ധിയിലേക്ക് ചലിപ്പിക്കുക, രോഗത്തിലിരിക്കുന്നവരെ സൗഖ്യത്തിലേക്ക് ചലിപ്പിക്കുക, ജന്മന വൈകല്യമുള്ളവരെ അസാധാരണ അത്ഭുതത്തിലേക്ക് ചലിപ്പിക്കുക, ഒന്നുമില്ലാത്തവരെ ഈ കാലഘട്ടത്തിലെ വലിയ ശുശ്രൂഷയിലേക്ക് ചലിപ്പിക്കുക. അതിനുള്ളത് ഈ ദിവസങ്ങളിൽ ഇരുന്ന് പ്രാപിക്കുവാൻ
നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഇരുന്നാണ് കേൾക്കുന്നത്, വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യത്തിരുന്നാണ് കേൾക്കുന്നത്. അവിടെ ഒരു ചർച്ച് പോലും നിങ്ങളായിരിക്കുന്നിടത്തില്ലെങ്കിലും നിങ്ങളാണ് അവിടുത്തെ അത്ഭുത ശുശ്രൂഷയ്ക്കായി കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഞാൻ നിങ്ങളെ നോക്കി, ഓരോ വ്യക്തികളെ നോക്കി പ്രവചിക്കുന്നു. അതെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കുന്ന നിങ്ങൾ തന്നെ. അത് കേരളത്തിലാണോ, ഇന്ത്യയുടെ ഏത് ഭാഗത്താണോ, ഏത് രാജ്യത്താണോ, നിങ്ങളിരിക്കുന്ന വീട്ടിലാണോ, ജോലി സ്ഥലത്താണോ, യാത്ര ചെയ്യുമ്പോൾ കാറിലാണോ, എവിടെയാണ്, ഈ സമയത്ത് തന്നെ നിങ്ങളുടെ മേലൊരു വിളിയുള്ളത് കൊണ്ടാണ് നിങ്ങളിത് കേൾക്കുന്നത്. ദൈവ വിളിയുള്ള മറ്റുള്ളവർക്ക് ഇത് ഫോർവേഡ് ചെയ്യണം. ഒത്തിരി പേര് കർത്താവിലോട്ട് കത്തി ജ്വലിച്ചു വരുവാൻ ഈ മീറ്റിംഗ് കാരണമാകട്ടെ. നമുക്കിത് തുടരാം, പ്രാർത്ഥിക്കാം. യേശുവേ, കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ച ഒരു ജനറേഷൻ, മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് ചലിപ്പിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ഇത് കേൾക്കുന്ന ഏത് പ്രായക്കാർക്കും അതിനുള്ള കൃപയും അപ്പോസ്തലത്വവും അങ്ങ് പകർന്നു കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂത് ഇവരെ സ്പർശിക്കട്ടെ. ഇവരുടെ സാക്ഷ്യം മറ്റുള്ളവരെ ഇളക്കി മറിക്കട്ടെ. ഇവർ പറയുന്ന വചനങ്ങൾ മറ്റുള്ളവരെ ഒന്ന് കുലുക്കട്ടെ. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ചുവട് വെപ്പിക്കുന്ന യോശുവമാരായി ഇവരെ മാറ്റണമേ. യോശുവ പറഞ്ഞ വാക്ക് കേട്ട് ഒരു രാജ്യം ചലിച്ചതുപോലെ ഇവർ പറയുന്ന വാക്ക് കേട്ട് വ്യക്തികളല്ല, കുടുംബങ്ങളല്ല, രാജ്യങ്ങൾ ചലിക്കട്ടെ. അതിനുള്ള അഭിഷേകത്തിൻ്റെ വാക്കുകൾ, പ്രാപിച്ച വാക്കുകൾ, സ്വർഗീയ വാക്കുകൾ, വെളിപ്പാടുകൾ ഈ മക്കളുടെ മേൽ നിറയട്ടെ. അവർ അത് പ്രാപിക്കട്ടെ. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശുവിൻ്റെ ബലവും കൃപയും നിങ്ങൾക്കുണ്ടാകും. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. ഉയർത്തിക്കൊണ്ട് ആരാധിക്കുന്നു യേശു കർത്താവേ. Hallelujah.
യേശുവിനെ ചേർന്ന് ഹല്ലേലൂയ ഞാൻ പാടിടുന്നു എൻ രക്ഷകനാം യേശുവിൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടുന്നു എൻ രക്ഷകനാം യേശുവിനെ ഹല്ലേലൂയ ഞാൻ പാടിടുന്നു എൻ രക്ഷകനാം യേശു